ആ രമേശാ, നാളെ രാവിലെ കുറച്ച് നേരത്തെ നീ കടയിലെത്തണം. രാവിലെ ചന്തയിൽ പോയി പച്ചക്കറി എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ആ പിന്നെ ആ അലക്സിൻ്റെ ഹോട്ടലിൽ കൊടുത്ത സാധനത്തിൻ്റെ ഒരു 25,000 രൂപ അവൻ കൊണ്ടുതരും. അത് നാളെ നീ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് ഇട്ടേക്ക്. ആ അത് മതി, അത്തപ്പറ സാധനങ്ങൾ മതി. നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ലിസ്റ്റിലാക്കിയല്ലോ, അത് നാളെ തന്നെ ഓർഡർ കൊടുത്തേക്ക്. അത് മതി. ആ നീ രാവിലെ തന്നെ വാ. ഓക്കെ, ബാക്കി രാവിലെ വന്നിട്ട് പറയാം. ശരി. മോളെ അനു, അനഘയും കൂടി കല്യാണം കഴിഞ്ഞു പോയ പിന്നെ വീട് ഉറങ്ങിയ പോലെ ആയല്ലേ? അല്ലെങ്കിലും എന്നായാലും ഇപ്പൊ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കേണ്ട തന്നെ അല്ലേ? എടി, നീ എന്നെ പ്രണയിച്ചിട്ടുണ്ടോ? മൂത്ത മോളുടെ കൊച്ചിന് 2 വയസ്സായി. ഇളയാളെ കെട്ടിച്ചു വിട്ട് ഒരാഴ്ചയായി. എന്നിട്ടാ ഇപ്പൊ ഈ ചോദ്യം ചോദിക്കുന്നത്. നീ ഞാൻ ചോദിച്ചു ഉത്തരം പറ. ബാലേട്ടനോട് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിക്കുക? നമ്മളെ മക്കളെ നമ്മൾ നന്നായി വളർത്തി നല്ല രീതിയിൽ കെട്ടിച്ചയച്ചില്ലേ? അതാണോ പ്രണയം? നിനക്ക് എന്നോടുള്ളത് സ്നേഹമാണ്, എൻ്റെ ഭർത്താവായതുകൊണ്ട്. പിന്നെ കുട്ടിയുടെ അച്ഛനോടുള്ളൊരു സ്നേഹം. ഞാൻ ചോദിച്ചത് പ്രണയത്തെക്കുറിച്ചാണ്. ഒരുപാട് വായിക്കുന്ന നിന്നോട് പ്രണയത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. എനിക്ക് വന്ദനം സിനിമയിലെ ലാലേട്ടനെ പോലെ ഒരാളെ കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൽ ഉണ്ണി എന്ന് പറയുന്ന ഒരു കഥാപാത്രമില്ലേ, ഒരു പോലീസ് ഓഫീസർ, നായികയുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്ന. നായിക അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയുന്നില്ലേ? ജീവിതത്തിലും അതുപോലൊരു ചെക്കനെ കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് ആരെയും കിട്ടിയില്ലേ? ആ അന്നത്തെ കാലല്ലേ. കോളേജിലൊക്കെ ഞാൻ ഒരുപാട് നോക്കിയിരുന്നു, ആരെയും കിട്ടിയില്ല. പക്ഷെ കല്യാണം ചെക്കനെങ്കിലും അങ്ങനെ ആകണേന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോ നീ പറഞ്ഞു വരുന്നത് ഞാൻ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചേർന്ന? ഹേയ്, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. രാവിലെ എണീച്ച അച്ഛൻ്റെ കൂടെ കട തുറക്കാൻ 5 മണിക്ക് പോവും. വൈകിട്ട് 8 മണിക്കല്ലേ തിരിച്ചു വരുന്നത്. പിന്നെ കണക്കെഴുത്ത് ഒക്കെ കഴിഞ്ഞ് രാത്രി 10 മണിയാവും കിടക്കാൻ. അതിനിടയിൽ എപ്പാ സ്നേഹിക്കാൻ സമയം? പക്ഷെ എന്നോട് കടലോളം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിനി. എപ്പാന്നറിയോ? ആദ്യത്തെ പ്രസവത്തിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോ അന്ന് നിങ്ങളെ ശല്യം സഹിക്കാണ്ട് അച്ഛൻ ലാൻഡ് ഫോൺ എടുത്ത് എൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുവച്ചിരുന്നു. നിന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് കൊള്ളിച്ച് പറയാറുണ്ട് ഗർഭിണികൾ രാത്രി നല്ലോണം ഉറങ്ങണമെന്ന്. അവരുറക്കത്തെ ശല്യപ്പെടുത്താൻ പാടില്ല. ഞാൻ രാത്രി ഫോൺ വിളിക്കാൻ പാടില്ലെന്നല്ലേ നിന്റെ അമ്മ ഉദ്ദേശിനി? അതെ അതെ, പാതിരാത്രി വിളിച്ചാലും അധികം സംസാരിക്കൊന്നുമില്ലല്ലോ. ഫുഡ് കഴിച്ചോ, ചായ കുടിച്ചോ, ഇതൊക്കെയല്ലേ ചോദിക്കുന്നത്. പണ്ടേ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്തോ ഒരു പേടിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറെ കാലായി മനസ്സിലൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. എന്താ? നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നില്ലേ? ആര് പറഞ്ഞു? എന്റെ നാത്തൂൻ പറഞ്ഞതാ. അവക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. അതോ? അതൊരു പഴയ കഥയാണ്. അതിനൊരു പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല.
ഒരാൾക്ക് മാത്രം ഇഷ്ടമുള്ളത് പ്രണയം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കൽ ഞങ്ങളുടെ കടയിൽ സാധനം വാങ്ങാൻ വന്നപ്പോൾ കണ്ടതാ ഒരുണ്ടക്കണ്ണി. പറയാൻ പറ്റാത്ത എന്തോ ഒരു പ്രത്യേകത അവൾക്കുണ്ടായിരുന്നു. ഞാൻ അവളുടെ മുഖത്ത് ഓരോ ഭാവങ്ങളും നോക്കിയിരുന്നു. ഹൃദയത്തിൽ വിരിയുന്നൊരാദ്യാനുരാഗം നിൻ മൗനരാഗത്തിൻ ശ്രുതി ചേർന്നു നിന്നു. ചിറകാർന്നൊരനുഭവം ചിരികളിൽ കണ്ടു. പറയാത്ത പ്രണയം കവിതയായി മൂളി. സ്വരമേ വരുമോ മലരിതളായി നീ. ഹൃദയത്തിൽ വിരിയുന്നൊരാദ്യാനുരാഗം നിൻ മൗനരാഗത്തിൻ ശ്രുതി ചേർന്നു നിന്നു. അതെ മതി ആലോചിച്ചത്. നിങ്ങളൊരു യഥാർത്ഥ കാമുകനായിരുന്നെങ്കിലേ അച്ഛനോട് അടിയുണ്ടാക്കിയിട്ടാണെങ്കിലും അവളെ പ്രണയിക്കായിരുന്നില്ലേ? എടി, നമ്മളിത് ശരിക്കും പ്രണയിച്ചിട്ടില്ല അല്ലേ? കല്യാണം കഴിഞ്ഞ് 8 മാസം ആകുമ്പോഴേക്കും നിന്നെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അമൃത ജനിച്ചു. അവൾക്ക് 1.5 വയസ്സാകുമ്പോഴേക്കും അനക്കയും. 2 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ കെട്ടിക്കാൻ കുറച്ച് കാശിലോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെ സമ്പാദിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു. അതുകൊണ്ട് എന്തായി, നമ്മളെ 2 മക്കളെയും നല്ല രീതിയിൽ കെട്ടിച്ചയച്ചു. കടയാണെങ്കിൽ ഇപ്പോ നല്ല രീതിയിൽ പോകുന്നുണ്ട്. വയസ്സാം കാലത്ത് വലിയ മുതലാളിയായി നടന്നാ പോരെ? ആർക്കാടി വയസ്സായത്? ഓ പിന്നെ 52 വയസ്സല്ല. എടി, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരുടെ ജനനം, അവർ ആദ്യമായി പിച്ച വെച്ചത്, സ്കൂളിൽ ചേർത്തത്, കോളേജിൽ പോയത്, നല്ല ചെക്കന്മാരെ കണ്ടുപിടിച്ചത്, കാര്യം അറേഞ്ചിന് വരെയാണെങ്കിലും നിശ്ചയത്തിന് ശേഷം നന്നായി പ്രണയിച്ച് തന്നെയാ അവർ വിവാഹം കഴിച്ചത്. വീട്ടുകാരുടെ സമ്മതത്തോടെയും അല്ലാതെയും അവർ പോകാത്ത സ്ഥലങ്ങളുമില്ല. നിങ്ങൾക്കിത് എന്തു പറ്റി? മക്കള് പ്രണയം കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടോ? എടി, നമ്മളിതുവരെയും പോയിട്ടില്ല അല്ലേ? എന്തേ, പോവാൻ പ്ലാൻ ഉണ്ടോ? നീ അത്യാവശ്യ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ. മറ്റന്നാൾ തന്നെ നമ്മൾ പോകുന്നു. 2 ദിവസം കറങ്ങിയിട്ട് വരാം. നമുക്ക് ഇച്ചിരി പ്രണയിക്കാടി. അയ്യേ, പ്രണയിക്കാൻ കണ്ടൊരു സമയം. എന്താ പ്രണയിക്കാൻ പ്രത്യേകിച്ച് സമയമുണ്ടോ? അതില്ല. യാത്ര പോവാന്ന് പറഞ്ഞത് തമാശയൊന്നല്ലല്ലോ, സത്യം തന്നെയല്ലേ? അതേടി, ചാകാ നേരത്തെ കട്ടിൽ മലർന്നു കിടക്കുമ്പോ മനസ്സിലെ കുളിർമയുള്ളത് വല്ലതും വേണ്ടേ? ഓ അങ്ങനെ ഇപ്പൊ തോന്നിയല്ല. എടി, നീ പോകാനുള്ള ഒരുക്കങ്ങൾ നോക്കിക്കോ. മക്കളോടെ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. എടി, ഓ നീ എന്നോട് ചോദിച്ചില്ലേ അച്ഛനോട് വഴക്കിട്ട് അവളെ പ്രേമിക്കാത്ത എന്താണെന്ന്?
അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അതെന്ത് കാരണം? നീ പോലുമറിയാതെ ആരോരുമറിയാതെ മയിൽ പീലിത്തണ്ടായി ഞാൻ ഒളിച്ചു വച്ചു. പറയാൻ കൊതിച്ചതും ഹൃദയം തുടിച്ചതും നാം ഒന്നു ചേരുമെന്നാശിച്ചതൊക്കെയും സുരഭിലമാം വെറും പാഴ്കിനാവൂ. സുരഭിലമാം വെറും പാഴ്കിനാവൂ.